ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നാടൻ ചിക്കൻ റോസ്റ്റ് ആണ്. നെയ്യും കറിവേപ്പിലയും മസാലയും കൂടി ചേർന്ന ചിക്കൻ റോസ്റ്റ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കണം. അതിനായി തക്കോലത്തിൻ്റെ 3 ഇതളുകൾ, ഗ്രാമ്പു 2, കുരുമുളക് 5 എണ്ണം, ഏലക്ക 2, ഒരു ചെറിയ കറുവപ്പട്ട, ഒരു ചെറിയ ബേ ലീവ്സ്, കൂടെ ഒരു കഷ്ണം രംഭയില കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ സവോള ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ചതച്ച മുളക് 3/4 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടെ തന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നന്നായി യോജിപ്പിച്ച് വരണം. ഇനി ഇതിലേക്ക് 1 കിലോ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കാം. മൂടി വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു കഷ്ണം വെന്തോ എന്ന് നോക്കാം. ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി വേവണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലേവർഫുള്ളായ ചിക്കൻ റോസ്റ്റ് റെഡി. നെയ്യ് കൂടി ചേർന്നതുകൊണ്ട് ചിക്കന് ഒരു പ്രത്യേക മണവും രുചിയുമുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കൂ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബൈ.